റെജി ലൂക്കോസിലേക്കാണ്. ശ്രീ റെജി ലൂക്കോസ്, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പിണറായി എന്ന് പറയുന്ന വ്യക്തിയുടെ ധാർഷ്ട്യത്തെക്കുറിച്ചാണ്. അത് ഈ പാർട്ടിയെ ഏതവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. നോക്കൂ, 50 ലക്ഷം രൂപയുടെ തൊഴുത്ത് ക്ലിഫ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് നിർമ്മിച്ചു. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകളാണ് പറയാൻ പോകുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് കന്റോൺമെന്റ് ഹൗസിൽ താമസിക്കാൻ കഴിയും. പക്ഷേ കന്റോൺമെന്റ് ഹൗസിൽ താമസിക്കുന്നില്ല, പക്ഷേ അത് ഉപയോഗിക്കും, ഓഫീസ് ഉപയോഗിക്കും. AKG സെന്ററിനോട് ചേർന്ന് ചിന്ത ഫ്ലാറ്റ് ഉണ്ട്, അതും ഉപയോഗിക്കും, പക്ഷെ താമസിക്കില്ല. സ്വാഭാവികമായും MLA ഹോസ്റ്റലിൽ MLA എന്ന നിലയിൽ മുറിയുണ്ടാകും, അവിടെയും താമസിക്കില്ല. ഇതെല്ലാം ഉപയോഗിക്കാം, പക്ഷേ അവിടെയൊന്നും താമസിക്കാതെ ഈ റിസർവ് ബാങ്കിനോട് ചേർന്ന് ഒരു വലിയ വാടക കെട്ടിടം എടുത്തതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണല്ലോ. അതിൻ്റെ വാടക എന്ന് പറയുന്നത് പ്രതിമാസ വാടക 3 ലക്ഷം രൂപയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതൊക്കെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് കേട്ടോ, എനിക്ക് വ്യക്തിപരമായി അറിയില്ല. 3 ലക്ഷം രൂപ പ്രതിമാസ വാടക എന്ന് പറയുന്നു. മാത്രവുമല്ല 5 വർഷത്തേക്കുള്ള വാടക പോലും ഒരുമിച്ച് മുൻകൂറായി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ ഈ ആരാണ് ഇതിൻ്റെയൊക്കെ വാടക കൊടുക്കുന്നതൊക്കെ എന്നതൊക്കെ വലിയ പ്രശ്നമല്ലേ? ഇതൊക്കെ ഏതാണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് വരാൻ പോകുന്നത് ഏതാണ്ട് ഒരു 97,000 രൂപയോ മറ്റോ ആണ്. പ്രതിമാസം 3 ലക്ഷം രൂപ വാടകയുള്ള ഒരു വീട്ടിലേക്ക് മാറുകയാണ്. ഇത് ധൂർത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് പ്രതിപക്ഷ നേതാവാകുമ്പോൾ നമ്മൾ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതത്തിൽ കേരളം വേറിട്ടൊരു സംസ്ഥാനമാണെന്നാണ് നമ്മളെല്ലാം പറഞ്ഞത്. വിദ്യാസമ്പന്നത്തിലും വിവേകത്തിലും വിമർശനാത്മകതയിലൊക്കെ വേറിട്ടൊരു ജനതയാണ്. ആ ജനതയുടെ മുമ്പിലാണ് 10 വർഷക്കാലം ആർഭാടത്തിന്റെയും ധൂർത്തിന്റെയും ചക്രവർത്തി ഭരണത്തിന്റെയും എന്താ പറയുക ഏടുകൾ 10 വർഷം ഒരു മനുഷ്യൻ ഒരു ജനാധിപത്യ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി അവകാശപ്പെടുന്ന ഒരു മനുഷ്യൻ നമ്മളെ നാണം കിടത്തിക്കൊണ്ട് മുമ്പോട്ട് വരുന്നു. അതിന്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നിങ്ങളെ ഇനി ഞങ്ങൾക്ക് വേണ്ട, പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങളെ ഒരു പരിധിവരെ ഞങ്ങൾ വെറുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അവർക്ക് കിട്ടാവുന്ന ആദ്യത്തെ അവസരത്തിൽ തന്നെ വോട്ട്. ഇപ്പൊ രണ്ടാം തുടർച്ച ഭരണത്തിന്റെയൊക്കെ കഥകൾ പറഞ്ഞ ഞാൻ ഒരിക്കൽ ഈ ചർച്ചയിൽ പറഞ്ഞതാ. കോവിഡ് കാലം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബന്ദികളാക്കപ്പെട്ടതും. നമ്മൾ ഈ ധൂർത്തിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. പിണറായിയുടെ ആദ്യകാല ജീവിതം എങ്ങനെയൊക്കെയാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു തന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആസ്തി എത്രയാണ്, മകളുടെ ആസ്തി എത്രയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്ന ഒരു സമയം കൂടിയുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, അങ്ങേക്ക് ഇതുകൂടി ഒന്ന് പറഞ്ഞു പോകാം. തീർച്ചയായിട്ടും തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് ഈ CPM-നെ കുറിച്ച് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവായ പിണറായി വിജയൻ ലോക തൊഴിലാളി വർഗത്തിന് അപമാനമായിരുന്നു അദ്ദേഹത്തിന്റെ ധൂർത്ത്. നിലവിക്കറിയോ, അമേരിക്കയിലും അതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് യാത്ര ചെയ്യുമ്പോൾ 7-8 ലക്ഷം രൂപ 12 മണിക്ക് ചെക്കൗട്ട് ആയിട്ടുള്ള റൂമിൽ അദ്ദേഹം താമസിച്ചോണ്ടിരുന്നത്. അത് ആരൊക്കെ കൂടെ ഉണ്ടെന്ന് ആലോചിക്കണം. അദ്ദേഹത്തിന്റെ ഭാര്യ സ്വഭാവമായിട്ടും വേണം, അദ്ദേഹത്തിന്റെ മകളുടെ മകൻ, കൂടാതെ അദ്ദേഹത്തിന്റെ ഒരു പരിചാരകനായിട്ടുണ്ട് പേഴ്സണൽ അസിസ്റ്റന്റ് സുനീഷോ, അയാളും ഈ ലോകരാജ്യങ്ങളും മുഴുവൻ ചുറ്റിയടിച്ചു. ഒറ്റ കാരണം പറയും, ഇദ്ദേഹം ആർഭാടത്തിന്റെയും എന്താ പറയുക ഇതുപോലെ ദൂരത്തിന്റെയും ലോകമാതൃകയാണെന്നുള്ളൊരു വേറെ തെളിവോട് പറയാം. ഇദ്ദേഹം 35 തവണ ലോകം ചുറ്റി. അതിൽ 25 തവണ പോയതും അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കാനായിട്ടാണ്, നിക്ഷേപത്തിന് വേണ്ടിയാ പോയത്. അതെവിടേക്കാ പോയി? യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും പോയി, അമേരിക്കയിൽ പലതവണ പോയി, ദക്ഷിണ കൊറിയയിലും ജപ്പാനിലും ഉൾപ്പെടെ രാജ്യങ്ങളിൽ പോയി. ഗൾഫിൽ പോയതിന് കയ്യും കണക്കുമില്ല. ഒരൊറ്റ ഇന്ത്യൻ മണി ഇന്ന് വരെ ഇദ്ദേഹം അധികാരത്തിൽ വരുന്നതും വരെ ഇദ്ദേഹത്തിന്റെ യാത്രയുടെ ഫലമായിട്ട് ഒരൊറ്റ ഇന്ത്യൻ മണി പോലും കൊണ്ടുവന്നിട്ടില്ല. ഏതാണ്ട് 200ഓളം കോടി രൂപയാണ് ദൂരത്തടിച്ചത് ലോകം കാണാൻ വേണ്ടിയിട്ട്. നോക്കണം, തൊഴിലാളി വർഗ പാർട്ടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഇയാളുടെ മകള് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. 2018 ഫൊക്കാനയുടെ ഫിലാഡൽഫിയ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിന് അതിൽ ക്ഷണിക്കുന്നതിലും അദ്ദേഹത്തിന് അതിനെ പ്രേരിപ്പിക്കുന്നതിലും എനിക്ക് നല്ലൊരു കുഴപ്പമുണ്ടായിരുന്നു. അന്ന് ഞാൻ CPM-ന് ആളാ. അന്ന് അവിടെ വന്നപ്പോൾ അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹം ഒരു ദിവസം മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. വളരെ അടുത്ത് നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഞങ്ങൾ അതിനുശേഷം അറിഞ്ഞത് ഇദ്ദേഹത്തിന്റെ മകള് കൂടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മകള് ന്യൂയോർക്കിൽ തങ്ങി ദിവസങ്ങളോളം. എന്തിനാ തങ്ങിയത്, അച്ഛൻ്റെ കൂടെ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി ഇതിന്റെ സംഘാടകർക്ക് പോലും ഇല്ലായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്, പല കാര്യങ്ങളിൽ ദുരോഗതി. കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്നും ഒരു മാസം വന്നിരുന്ന മാസപ്പടി എത്ര രൂപയാ?
അതിനൊരു മറുപടി ഇന്നുവരെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു തൊഴിലും ചെയ്തിട്ടില്ല, ഒരു സേവനവും ചെയ്തിട്ടില്ല. അത് അവര് തമ്മിലുള്ള ഒരു ഇടപാടാണ് എന്നാണ് ഈ മുഖ്യമന്ത്രി പിന്നെ നമ്മുടെ നിയമസഭയിൽ പറഞ്ഞത്. എത്ര ഗുരുതരമായ ഒരു ആരോപണമാണ് അത്. നമ്മൾ ആലോചിച്ചു, കൃത്യമായ ഒരു അന്വേഷണം UDF തയ്യാറായി. എനിക്ക് തോന്നുന്നില്ല ഇവരെ സംരക്ഷിക്കാനായി UDF, ഇവരൊക്കെ ചങ്ങാതിമാരായിട്ടും പല നിലകളും നമുക്ക് പുറത്തു വന്നിട്ടുണ്ട്. എത്ര ഏതെല്ലാം രീതിയിലുള്ളതാണ്, എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റുകൾ. ഇദ്ദേഹത്തിനാണ് ഈ അടിക്കടി പിന്നെ ഗൾഫിൽ പോകുന്നത്. ഇപ്പൊ വമ്പൻ മുതലാളിമാരോടൊപ്പമാണ് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ. എന്നിട്ട് എന്ത് കേരളത്തിന് കിട്ടി? ദാറ്റ്സ് എ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ചോദിക്കണ്ടേ, നമുക്ക് ചോദിക്കണം. പക്ഷെ ചോദിക്കാൻ പറ്റുന്ന ഒരു 3 പേര് തൊടുത്ത നിയമസഭയിലുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ, V മുരളീധരൻ, അതുപോലെ ഗോകുമാർ സാറ്. ഈ 3 പേരുടെയും ശബ്ദം ഈ പറയുന്ന ഭരണകക്ഷിയെയും അവരോടൊപ്പം ചേരാൻ സാധ്യതയുള്ള പ്രതിപക്ഷത്തിന്റെയും ശബ്ദത്തിന്റെ മുകളിൽ നിൽക്കും, യാതൊരു സംശയമില്ല. ഇനി വേറൊന്ന് പറയാം, നിങ്ങൾക്കറിയോ ഇവർ ചെയ്ത കൊടും ക്രൂരത എത്രയാണെന്നുള്ളവരോ? 88ഓളം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട യോജനകൾ പ്രൊവിഡന്റ് ഉണ്ട്. അതിൽ 0 പിന്നെ പലിശയുണ്ട്, 80% സബ്സിഡി ഉള്ളതുകൊണ്ട് ഇതിലൊരു പ്രോജക്റ്റ് പോലെ അവർ കേരളത്തിൽ കൊണ്ടുവന്നത്. എന്താ കാരണം? അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മലയാളിക്ക് ബോധം ഉദിക്കും. ഇത് കേന്ദ്ര സർക്കാരിന്റെ, അത് 10 പോകും. അതുപോലെ തന്നെ അങ്ങനെ എത്രയോ പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മളെ മറച്ചു വെച്ചുകൊണ്ട് ഇവർ കാപട്യം കാണിക്കുമായിരുന്നു. അപ്പൊ കേരളത്തിനോട് ഒരു ചരിത്രപരമായ തെറ്റാ. നേരത്തെ ഇവിടെ ജിജി പറഞ്ഞൊരു വാക്ക് സാമ്രാജ്യത്വ ശക്തികളെന്ന്. ഞാൻ ആ സുഹൃത്തിനോട് ജനം കേൾക്കുന്നത് ചോദിക്കട്ടെ, എന്ത് നോൺസെൻസ് ആ മനുഷ്യ ഈ സാമ്രാജ്യം എന്ന് പറയുന്നത്? മുതലാളിത്ത സാമ്രാജ്യം എന്ന് പറയും, എന്ത് നോൺസെൻസ് ആണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിത് പറയുന്നുണ്ട്, നിങ്ങളുടെ മുഖ്യമന്ത്രി ട്രീറ്റ്മെന്റിന് എവിടെയാ പോകുന്നത്? എവിടാ പോകുന്നത്? അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പോകുന്നു. മുതലാളിത്ത രാജ്യങ്ങളിലേക്ക് പോകാതിരിക്കണേ. P രാജീവ് എന്ന് പറയുന്ന മന്ത്രി കേരളത്തിലേക്കാൾ കൂടുതൽ വിദേശങ്ങളിലെ യാത്ര ചെയ്ത് ഗസയുമായിട്ടുള്ള പ്രശ്നമുണ്ടായപ്പോഴത്തേക്കും അവിടെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രിയുടെ നേതൃത്വം നടന്ന പല പിന്നെ സമ്മേളനങ്ങളിലും അവർ ഉയർത്തിപ്പിടിച്ച എന്താ? ഇസ്രായേലിനെതിരെയുള്ള അതിഭീകരമായിട്ടുള്ള വേട്ടയാടലാണ് ഇവർ ഉപയോഗിച്ചത്. ഈ പറയുന്ന തീവ്രവാദികളായിട്ടുള്ള പിന്നെ ഇവിടെ ഹമാസിനെ എന്താ താലോലിക്കുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ P രാജീവ് എന്ന് പറഞ്ഞ മുൻ മന്ത്രിയുടെ ഭാര്യ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നത്? ഈ മുതലാളിത്തത്തിനെതിരെ വർഗാധിഷ്ഠിത ഭൗതിക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇന്നുവരെ മനസ്സിലാകാത്ത ഈ വാക്കുകൾ ഉപയോഗിക്കുന്നവരുടെ ഈ നേതാവ് P രാജീവിന്റെ മക്കൾ എവിടെ പഠിക്കുന്നത്? അപ്പൊ ഈ പാവപ്പെട്ട സഖാക്കളെ ഈ അടിമകളാക്കിക്കൊണ്ട് കബളിപ്പിച്ച് എന്താ പറയുക, ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതുപോലെ തട്ടിപ്പ് പ്രസ്ഥാനം കേരളത്തിലോ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് 8 ഉള്ളതെന്നുള്ളവരും. ഞാൻ അദ്ദേഹത്തിനെ കാണിച്ചു തരാം, അദ്ദേഹത്തിന് അവളിവാനം എത്ര ഉണ്ടെന്നുള്ളവരും. അതൊന്നും ഇല്ല. എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയോ? ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ ഏറ്റവും വലിയ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രസിഡന്റാണ്. ലോകത്തിന്റെ ഒരു തടവറയാണത്, ഒരു ഭീകര തടവറ. അവിടെ അയാൾ ഉപയോഗിക്കുന്ന 11 വാഹനങ്ങളാണ്. രഹസ്യാന്വേഷണത്തിന് വേറെ ഉണ്ടായിരിക്കാം. അയാള് അവിടെ ഉപയോഗിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന് 4 അവളിവാനേ ഉള്ളൂ. എന്തിനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി ഉപയോഗിക്കുന്നത്? 8 വാഹനങ്ങൾ മാത്രമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ള ഈ സ്വതന്ത്ര കേരളത്തിൽ ഞങ്ങൾ നിർഭയമായിട്ട് ആഭ്യന്തര വകുപ്പ് ഏറ്റവും നല്ലതാണ് സാഹചര്യത്തിലൊക്കെ അത് വീണ്ടും കുറയ്ക്കുക കൂടി ചെയ്തിട്ടുണ്ട്.